തള്ളല്ലേ ഒന്ന് വൈഡ് നിൽക്കുക എല്ലാവർക്കും സുഖമില്ലേ വൈഡ് നിൽക്കുക എല്ലാം കേട്ടോ ഒന്ന് വൈഡ് നിൽക്കുക ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് തമിഴ് സിനിമ എനിക്ക് ആദ്യമായിട്ട് നന്ദി പറയുന്നത് അതിലെ ഡയറക്ടർ ദുരേഷ് ചന്ദ്രൻ ഞാൻ പുള്ളിയുടെ ഭയങ്കര വലിയ ഫാനായിരുന്നു ശശികുമാർ സർ സമുദ്രമണി സർ എൻ്റയർ ടീം ഓഫ് കാസ്റ്റ് ആൻഡ് ക്രൂ ഓഫ് ഗർഡൻ വലിയൊരു ചെന്നൈയിൽ Thank you so much. Thank you. കേക്ക് എല്ലാവരും കഴിക്കാം സിനിമ കാണുന്നത് സിനിമ കാണണം ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമ തമിഴിലായിരുന്നു നല്ലൊരു സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു 12 വർഷം വെയിറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന സിനിമയാണ് ഐ തിങ്ക് ഇറ്റ്സ് വർത്ത് എനിവേസ് ഒരുപാട് സന്തോഷം അഗെയിൻ എസ്പെഷ്യലി ദുരേഷ് ചന്ദ്രൻ സാറിന് ഞാൻ എല്ലാവിധ ഭാവം ചെയ്തു ഫെൻറ്റാസ്റ്റിക് ഡയറക്ടർ ഫെൻറ്റാസ്റ്റിക് സിനിമ എല്ലായിടത്തും നല്ല ഫീഡ്ബാക്ക് വന്നതാണ് സിനിമ ബ്ലോക്ക് ബസ്റ്റർ അടിക്കാൻ പോകുന്നത് നിങ്ങളെല്ലാവരും കാണാൻ പറ്റിയ താങ്ക് യു സോ മച്ച് അക്ഷയ് അതെ ബൈറ്റ് സംസാരിക്കുന്ന കറക്റ്റ് കിട്ടിയിട്ടില്ലായിരുന്നു നമ്മളെ ഒരു രണ്ട് മലയാളത്തിലെ ഏറ്റവും വയലൻ്റായ ഏറ്റവും ബ്രൂട്ടൽ ആക്ഷൻ സീക്വൻസ് ഗംഭീരമായ ഒരു ആക്ഷൻ സിനിമയായിരിക്കും ഞാൻ ഇങ്ങനെ പറയാൻ പാടോ എനിക്കറിയില്ല പക്ഷേ മലയാള സിനിമയുടെ ആക്ഷൻ്റെ ട്രാജക്ടറി പൂർണ്ണമായിട്ട് മാറ്റി മലയാള സിനിമയിൽ ഇത്തരം ഒരു ആക്ഷൻ സിനിമ ഉണ്ടാവുമോ എന്നൊരു ചിന്തയുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറ്റി പറയാൻ പോകുന്ന സിനിമയായിരിക്കും മാത്രം അത് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നത് എന്താ പറയുക തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് എന്താണെന്ന് കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ ആക്ഷൻ സിനിമകളിൽ നിന്ന് മാറി നിൽക്കാറ് അതിൻ്റെ ഒരു കംപ്ലീറ്റ് പാക്കേജായിട്ടായിരിക്കും മാർക്കോടുന്നത് എല്ലാവരും സിനിമ വരുന്ന കാണണം ഞാനിപ്പോൾ മാർക്കോട് ലൊക്കേഷനിലാണ് ഇപ്പോൾ വന്നത് ബിഗ് ഫിലിം ഞാൻ പറഞ്ഞല്ലോ ഒരു 5-8 വർഷമായിട്ട് ആക്ഷൻ സിനിമകളുണ്ട് ആക്ഷൻ ചെയ്തെന്നല്ല ആക്ഷൻ സിനിമ എന്ന രീതിയിൽ ഞാൻ ആ ജോണറെ മാറ്റി വെച്ച് കൂടുതലും ഫാമിലി സിനിമകളിലായിരുന്നു ഞാൻ ഫോക്കസ് ചെയ്തിട്ടുള്ളത് എൻ്റെ ഒരു സിനിമ കൂടി വരാൻ ബാക്കിയുണ്ട് ഗെറ്റ്സിൻ്റെയും അതിന് ഫോളോ അപ്പ് ആയിട്ട് വരാൻ വേണ്ടി സിനിമയായിരിക്കും മാർക്കോ ഒരു ജംഗ്ഷനിലായിരുന്നു ഇതുവരെ മലയാളത്തിൽ നമ്മൾ കേൾക്കാറുണ്ടല്ലോ തെലുങ്കിൽ ഇന്നലെ സിനിമ വന്നു തമിഴിൽ വന്നു അല്ലെങ്കിൽ ഹിന്ദിയിൽ വന്നു മലയാളത്തിൽ ഈ സിനിമ വന്നതിന് ശേഷം മലയാള സിനിമയിൽ ഇത്തരം ആക്ഷൻ സിനിമകൾ ഉണ്ടാവുന്നുണ്ടെന്ന് ഇന്ത്യ മുഴുവൻ അറിയുമ്പോൾ പോകുന്ന ഒരു സിനിമയായിരിക്കും മാറും അതെൻ്റെ വാക്കാണ് വെറുതെ പറയുന്നത് പൊളിച്ചെടുക്കും ഗരുഡനിൽ ഭയങ്കര വെറുപ്പിക്കുന്ന ഒരു ക്യാരക്ടറാണല്ലോ വെറുതെ ജോബ് തന്നെ